മേഘാലയ യാത്രയ്ക്ക് ശേഷം അടുത്തതായി പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന നമ്മുടെ സ്വന്തം ചെന്നൈ പട്ടണത്തിലേക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 570 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അങ്ങനെ കാലത്ത് 5:30-ക്ക് ഞങ്ങൾ ഇറങ്ങി. എന്നാൽ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു മഴ പെയ്തു. അത് തോർന്നതോടെ ഞങ്ങൾ റൈഡ് ആരംഭിച്ചു. ഇരുണ്ട കാർമേഘം നിറഞ്ഞു നിൽക്കുന്ന ആകാശം. എന്നാൽ ഞങ്ങൾ റെയിൻകോട്ട് ഒന്നും എടുത്തില്ലാട്ടോ. മഴ വരുമ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കാം, അതായിരുന്നു പ്ലാൻ. ശേഷം വാളയാറും കടന്ന് ഞങ്ങൾ ഒത്തക്കൽ മണ്ഡപം സിഗ്നലിൽ എത്തി. അവിടുന്ന് വീണ്ടും കുറച്ചു ദൂരം പോയി ഞങ്ങൾ അല്പസമയം പെട്രോൾ പമ്പിൽ വിശ്രമിച്ചു. പിന്നീട് പോകുന്ന വഴിയിലെ ഒരു തട്ടുകടയിൽ കയറി ദോശയും ഓംപ്ലേറ്റും ഉഴുന്നുവടയും കഴിച്ച് അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഏകദേശം സേലം എത്താറായി. അങ്ങനെ സേലവും കടന്ന് ഇപ്പൊ ചിന്ന സേലം എത്തി. അവിടുന്ന് ഡെക്ക് ആൻഡ് ഡെക്ക് ഹോട്ടലിൽ കയറി ഒരു ചിന്ന ചിക്കൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ അവിടുന്ന് യാത്ര ആരംഭിച്ച് ഇപ്പൊ ഏകദേശം 350 കിലോമീറ്റർ ആയി. പിന്നെ പോകുന്ന വഴിയിൽ മറ്റൊരു സ്ഥലത്ത് വിശ്രമിച്ച് അവിടുന്ന് വീണ്ടും യാത്ര. ശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും ചിക്കനും പിന്നെ ഒരു ബോഞ്ചി വെള്ളവും കുടിച്ച് നേരെ വെച്ചുപിടിച്ചത് 50 കിലോമീറ്റർ ആണ്. അപ്പോഴേക്കും ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ പിന്നാലെ വന്നിരിക്കുന്നു ഇരുണ്ട കാർമേഘങ്ങൾ. അങ്ങനെ ഏകദേശം 7 മണിയോടെ ഞങ്ങൾ ചെന്നൈ പട്ടണത്തിലെത്തി. അവിടെ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ ആരും വന്നില്ല. പക്ഷെ മഴ കൃത്യസമയത്തെത്തി. അത് വെറും ഒരു മഴയല്ലായിരുന്നു. രാവിലെ മുതൽ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാതെ പോയ മഴ. ഞങ്ങൾ ചെന്നൈ എത്തിയത് അറിഞ്ഞതോടെ ഞങ്ങളോടൊപ്പം ഇനി മഴയും ഞങ്ങൾക്ക് കൂട്ടായി വന്നതാണോ? ഏകദേശം 9 മണിയോടെയാണ് ഞങ്ങളുടെ സ്റ്റേയിങ് സ്പോട്ടായ സൈതാപ്പേട്ടയിലെ റൂമിലെത്തിയത്. റൂം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്നത് എന്റെ ബ്രദർ ഇൻ ലോയാണ്. അങ്ങനെ 570 കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്തതിന്റെ ക്ഷീണവും അതിനൊപ്പം ഈ ട്രാഫിക്കും കൂടി ആയപ്പോൾ മൊത്തത്തിൽ അങ്ങ് ടയേർഡായി. ചെന്നൈ എത്തിയതോടെ യാത്ര തീർന്നതല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെന്നൈയുടെ വിശേഷങ്ങളാണ്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ